തൃക്കേട്ട നക്ഷത്രം. ഇവർക്ക് ഗുണകരമാണ്. വിശേഷ സ്ഥാനമാനങ്ങളും പ്രതാപവും ഐശ്വര്യവും ഫലമാണ്. അനുഭവിച്ചു വന്നിരുന്നതായ പല വിഷമതകൾക്കും മാറ്റങ്ങൾ പ്രതീക്ഷിക്കാം. പുതിയ വീട്, വാഹനം, വസ്തുവകകൾ തുടങ്ങിയ ഗുണങ്ങളും അനുഭവത്തിൽ വന്നു ചേരുന്നതാണ്. തൊഴിൽ മേഖലയിൽ ഉയർച്ച ഫലമാണെങ്കിൽ പോലും അസൂയാലുക്കളുടെ പ്രവർത്തനങ്ങൾ നിമിത്തമായിട്ട് അടിക്കടി വിഷമതകളും അനുഭവമാക്കും. സാമ്പത്തികമായിരിക്കുന്ന വിഷമതകൾക്ക് മാറ്റവും വരുമാന വർധനവും ഉണ്ടാകുന്നതാണ്. സന്താനങ്ങളെ ചൊല്ലി മനസ്സമാധാനം നഷ്ടപ്പെടുത്തുവാനും സാധ്യത പൊതുവെ കാണുന്നു. കുടുംബത്തിലും ചില്ലറ അസ്വസ്ഥതകൾ വന്നു ചേർന്നേക്കാം. വാക്കുകൾ തെറ്റിദ്ധരിക്കപ്പെടുവാൻ സാധ്യതയുള്ളത് കൊണ്ട് തന്നെ സംഭാഷണത്തിൽ മിതത്വം പാലിക്കണം. സഹോദരാദികളിൽ നിന്നോ അല്ലെങ്കിൽ സഹായികളിൽ നിന്നോ ഉള്ളതായിരിക്കുന്ന ഒരു പരിരക്ഷ പല സമയത്തിലും നമുക്ക് ആശ്വാസമാകുന്നതാണ്. സർക്കാരിൽ നിന്നുമുള്ളതായിരിക്കുന്ന ആനുകൂല്യങ്ങൾക്ക് കാലതാമസം വരുവാനും സാധ്യത പൊതുവെ കാണുന്നു. എല്ലാവരോടും നല്ല രീതിയിൽ പെരുമാറുമെങ്കിൽ പോലും തിരിച്ചുള്ള മനോഭാവം അത്ര കണ്ട് മികച്ചതാവില്ല. ആരോഗ്യകാര്യത്തിൽ ശ്രദ്ധ വേണ്ടതായുണ്ട്. ശിരോരോഗങ്ങൾ അല്ലെങ്കിൽ ദന്തരോഗം തുടങ്ങിയ രോഗങ്ങൾ ഇടയ്ക്കിടെ അലട്ടിക്കൊണ്ടിരിക്കും. ദോഷപരിഹാരാർത്ഥമായിട്ട് ശാസ്താവിങ്കിൽ മാസം പ്രതി ജന്മനക്ഷത്രം തോറും പായസം വഴിപാട് നടത്തി പ്രാർത്ഥിച്ചു വരുന്നതും മഹാലക്ഷ്മി യന്ത്രം ദേഹരക്ഷയായിട്ട് ധരിക്കുന്നതും ഗുണകരമാണ്. മൂലം നക്ഷത്രം. കർമ്മരംഗത്ത് അനുകൂലമായിരിക്കുന്ന സ്ഥിതിവിശേഷങ്ങൾ ഉണ്ടാകും. നവീനമായ ചില പദ്ധതികൾ ആരംഭിക്കുവാനും ശ്രമം തുടങ്ങും. നേതൃത്വ പദവിയിലേക്ക് ഉയരുവാനും തനിക്കൊപ്പമുള്ളതായിരിക്കുന്ന ആളുകളെ ഒന്നിച്ചു ചേർത്തി നിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകുവാനും ശ്രമിക്കുമെങ്കിലും ശത്രുതാ മനോഭാവത്തോടുകൂടി ചിലർ പെരുമാറുന്നത് മനസ്സിനെ വിഷമിപ്പിക്കും. പലതരം തടസ്സങ്ങൾ അവരിൽ നിന്നും വന്നു ചേരുവാനും ഇട കാണുന്നുണ്ട്. സർക്കാർ തലത്തിൽ നിന്നും ഗുരുതുല്യരായിരിക്കുന്ന ജനങ്ങളിൽ നിന്നും നല്ല പേരും അംഗീകാരവും ലഭിക്കുന്നതാണ്. കുടുംബത്തിൽ പൊതുവെ ഐശ്വര്യപൂർണമായിരിക്കുന്ന സ്ഥിതിവിശേഷങ്ങൾ ഉണ്ടാകുമെങ്കിൽ പോലും ഇടയ്ക്കിടെ അകാരണമായിരിക്കുന്ന കലഹങ്ങളും വന്നു ചേരുന്നതാണ്. നാൽക്കാലികൾ നിമിത്തമായിട്ടോ വാഹനങ്ങൾ നിമിത്തമായിട്ടോ ദോഷങ്ങൾക്കും ഇടയുണ്ട്. ഗൃഹത്തിൽ മംഗളകർമ്മങ്ങൾ നടക്കുവാനുള്ളതായിരിക്കുന്ന ഒരു യോഗവും സന്താനപരമായിരിക്കുന്ന അഭിവൃദ്ധിയും ഫലമാകുന്നു. ആലോചനയില്ലാത്ത ചില പ്രവർത്തനങ്ങൾ നിമിത്തമായിട്ട് നഷ്ടങ്ങളും വിഷമതകളും വന്നു ചേർന്നേക്കാം. ലഹരി വസ്തുക്കളുടെ ഉപയോഗത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറി നിൽക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. യാത്രാവേളകളിൽ ധനനഷ്ടം ഉണ്ടാകാതെയും നോക്കണം. നേത്രോദര സംബന്ധമായിരിക്കുന്ന ബുദ്ധിമുട്ടുകൾക്കും ഈ വർഷത്തിൽ സാധ്യത പൊതുവെ കൂടുതലായിട്ട് കാണുന്നുണ്ട്. ദോഷപരിഹാരാർത്ഥമായി വിഷ്ണുവിങ്കിൽ മാസം പ്രതി ജന്മനക്ഷത്രം തോറും പുരുഷ സൂക്ത പുഷ്പാഞ്ജലി വഴിപാട് നടത്തി പ്രാർത്ഥിച്ചു വരുന്നതും രാജഗോപാല യന്ത്രം ദേഹരക്ഷയായിട്ട് ധരിക്കുന്നതും ഗുണം ചെയ്യും. പൂരം നക്ഷത്രം. രാജകീയ ബഹുമാന സ്ഥാനലബ്ധി, ഗൃഹവാഹന ലാഭം തുടങ്ങി നിരവധി സൽഫലങ്ങൾ ഈ വർഷത്തിൽ അനുഭവമാകും. അകന്നു കഴിഞ്ഞിരുന്ന വ്യക്തികളുമായിട്ട് യോജിക്കുവാനും ഈ വർഷത്തിൽ ഇടയുണ്ട്. പുതിയ കാര്യങ്ങൾക്ക് വേണ്ടിയുള്ളതായിരിക്കുന്ന പരീക്ഷണങ്ങൾ വിജയത്തിലെത്തും. കൂട്ടു ബിസിനസ്സിൽ ഏർപ്പെടുന്നവർ അല്പം ശ്രദ്ധിക്കേണ്ടതാണ്. തൊഴിൽ രംഗത്തെ നേട്ടങ്ങൾ കൈവരിക്കുവാൻ കഴിയുന്നൊരു വർഷമാണിത്. വരുമാനപരമായി ഗുണപ്രദമാണെങ്കിൽ കൂടിയും അനാവശ്യമായിരിക്കുന്ന ചിലവുകൾ നിമിത്തമായിട്ട് സാമ്പത്തികമായ ഞെരുക്കം അനുഭവമാകാം. മറ്റുള്ളവരുടെ കാര്യങ്ങളെ ചൊല്ലി മനസ്സ് വ്യാകുലമാകുവാനും ഇടയുണ്ട്. കുടുംബത്തിലുണ്ടായിരുന്ന കലഹാന്തരീക്ഷത്തിന് മാറ്റം വരുമെങ്കിൽ കൂടിയും പങ്കാളികൾ തമ്മിൽ ഭിന്നിപ്പുണ്ടാകുവാനും സാധ്യത കാണുന്നുണ്ട്. സന്താന ശ്രേയസ്, ഭൂമി ലാഭം തുടങ്ങി നല്ല ഫലങ്ങളും അനുഭവത്തിൽ വരുന്നതാണ്. ആരോഗ്യകാര്യത്തിൽ കണിശത പുലർത്തണം. ശസ്ത്രക്രിയ, വൈറസ് ബാധ തുടങ്ങിയവ നിമിത്തമായിട്ട് ക്ലേശങ്ങൾ അനുഭവമാകാം. ഭാവിയെ മുൻകൂട്ടി കണ്ടുകൊണ്ടുള്ളതായിരിക്കുന്ന പ്രവർത്തനങ്ങൾ വിജയിക്കുന്നതാണ്. ദോഷപരിഹാരാർത്ഥമായിട്ട് ഹനുമാൻ സ്വാമി ക്ഷേത്രത്തിലെ വെറ്റിലമാല വഴിപാട് മാസം പ്രതി ജന്മനക്ഷത്രം തോറും നടത്തി പ്രാർത്ഥിക്കുന്നതും ഹനുമത് യന്ത്രം ദേഹരക്ഷയായിട്ട് ധരിക്കുന്നതും ഗുണം ചെയ്യും.